കൊടുങ്കാറ്റ് വേണ്ട. ഇങ്ങ കൊടുങ്ക പതുക്കെ മതി. ഇങ്ങനെ സ്പൈസസ് ബോർഡിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഫോൺ വന്നത്. കൺക്ലൂഷൻ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് വീട്ടിൽ ചെന്ന് പാനുവിനെയും കൂട്ടി നേരെ ഇങ്ങോട്ട് പോന്നു. കാടിളക്കി ആയിരിക്കും വരവ്. മറ്റുള്ളവരൊക്കെ എവിടെ? എല്ലാരും കൂടെ വന്ന് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ല. അതേതായാലും നന്നായി. ഡോക്ടർ റാവുവിനോട് ഞാനും സംസാരിക്കാം. കൂടെ ഇവരൊക്കെയല്ലേ വന്നത്. അയാള് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. വടാശ്ശേരി നീലകണ്ഠൻ നമ്പൂരി ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ചെയ്യോ പുണ്ണി? എനിക്കൊന്നുമില്ല, ഒരു ചെറിയ നെഞ്ചുവേദന. ഇപ്പൊ വേണ്ടത് അല്പ സൗര്യ, വിശ്രമം. ഓടിപ്പിടിച്ചാര് രാത്രി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേര്. എങ്കിൽ പിന്നെ അപ്പുണ്ണിയേട്ടും പാലും കൂടെ പോയി അച്ഛനുള്ള കഞ്ഞെടുത്തോണ്ട് പോര്. പറഞ്ഞു കേട്ടല്ലോ, അവിടെ ചെന്നൊന്നും വിസ്തരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ദാമു, എനിക്കിപ്പൊ വേണ്ട അല്പ വിശ്രമ. ഒന്ന് ഉറങ്ങണം. അതിന് കുത്തിവെച്ചിരിക്കുക. ഇവിടെ ഇപ്പൊ ആരും വേണ്ട, അപ്പുണ്ണി മതി. ഉറങ്ങി പോയിക്കോ. വിവരം അറിഞ്ഞത് ഇരി ചെവി അറിയിക്കാതുള്ള വരവാ. വിൽപ്പത്രത്തിൽ കാലശേഷം എന്നാണല്ലോ വെച്ചിരിക്കുന്നേ. കമ്പനി കയ്യിലോട്ട് കിട്ടണ എന്റെ കഥ കഴിയണ്ടേ? അങ്ങനെ സംഭവിക്കാത്തതിന്റെ ഒരു നിരാശ ഇല്ലായിരുന്നോടോ മുഖത്ത്? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നേ? ഉങ്കിട്ടെ ഡോക്ടർ റാവു ചൊല്ലില്ല ഒന്നുമില്ലെന്ന്. കേമനല്ലേ അയാള്? എന്നാൽ ഒരു പേടി. മൊത്തം ജീവിതത്തിന്റെ ശ്രുതി അങ്ങ് മാറിയ പോലെ. ഒന്നുമില്ല, ഒക്കെ മാറും. ഒന്ന് ഉറങ്ങിയാ മതി. സ്വന്തം അമ്മായി അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി ആശുപത്രിയിലായിട്ട് മണിക്കൂർ 4 കഴിഞ്ഞു. അതും ഒരു ഡ്രൈവർ പറഞ്ഞു കേട്ട് ഞാൻ അറിയാം. ഇവിടെ ഞാൻ ആരാ? ഒന്ന് പതുക്കെ പറ, ഏട്ടൻ മുകളിലുണ്ട്. അറിയാം, പക്ഷേ അയാളോട് അത്രയും മേലെ പോണ്ടെന്ന് പറയണം. കഴകക്കാരന്റെ മോന്റെ കൈ ഫൈനാൻസ് കമ്പനി കിട്ടിയെങ്കിലേ അത് അവന്റെ മിടുക്കൊണ്ടാ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാനിവിടെ വരുന്ന കാലത്തെ ഉപ്പുമാങ്ങ ഭരണിയും കോളാമ്പിയും വരെ പണയത്തിനെടുത്തിരുന്നു. ഇപ്പൊ ബ്രാഞ്ച് 4. ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയെന്ന് അറിയോ നിനക്ക്? എനിക്കറിഞ്ഞൂടാ. അയാൾക്കറിയാം. അതാ എന്നെ അച്ഛന്റെ അടുത്തേക്ക് അടുപ്പിക്കാത്തത്. വിഷ്ണു വിചാരിക്കുന്ന പോലെ മനഃപൂർവ്വം ആരെ അറിയിക്കാണ്ടിരുന്നതല്ല. അച്ഛൻ പറഞ്ഞിട്ടാ. അച്ഛൻ പറഞ്ഞത് അവിടെ ചെന്നപ്പോഴല്ലേ? ഇവിടുന്ന് ഇറങ്ങുമ്പോ ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. ബാലെടുത്തി ജയേ, പൂജ കഴിഞ്ഞെങ്കിൽ ഊണെടുത്ത് വെക്കാം. മോളെ, മുരളി കുളി കഴിഞ്ഞാ നോക്ക്. നമസ്തേ ഗരുഡാരൂഢേ കോലാസുര മണിത്തൂവൽ തരാം. എന്തായിരുന്നു ബഹളം? അമ്മ ഇരുന്ന് വായിച്ചത് മിച്ചം. എനിക്കൊരു അക്ഷരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനും കേട്ടു. ഒറ്റയ്ക്ക് ട്രാക്കിൽ ഇറങ്ങി ഓടിയതിന്റെ ത്രില്ല് വലിയമ്മാവന്. ഗാലറി പോലും ഇടം കിട്ടാത്തതിന്റെ സങ്കടം ചെറിയമ്മയ്ക്ക്. ഇവിടെ ഇരുത്തണ്ടാ ഇങ്ങനെ ഒരു കളി നടന്ന കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. മണ്ടൻ. മുത്തശ്ശൻ ഒരു വയ്യായിക വന്നപ്പോ ഇങ്ങനെയൊക്കെ പറയാതെ നമുക്കൊന്ന് പോയാലോ ആശുപത്രി വരെ, ആരും അറിയാണ്ട്. റാറ്റ് റേസിനിടയിൽ ഒരു ചുണ്ടലി. പെരിച്ചാഴികൾ തമ്മിലാ ഇപ്പൊ കളി. അതിനിടയിൽ വേണ്ട. ഓടി ആദ്യം അങ്ങെത്തിയ എക്സ്പോർട്ടിങ്ങോ ഫൈനാൻസിങ്ങോ തരപ്പെടുവോ? ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ സിദ്ധി മ്യൂസിക് അതും ഇല്ല. സോ ലെറ്റ് us have a delicious dinner. കണ്ണനെ വിളിക്കേ. കണ്ണാ, ഉറങ്ങി. ഇത്ര നേരത്തെയോ? ഒന്നും കഴിക്കാണ്ട്? പാല് കുടിച്ചു.
ദേവമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. വാ. എനിക്ക് വേണ്ട ജയേ, നല്ല വിശപ്പില്ല. എന്നാൽ ഇത് വലിയൊരു കഷ്ടം തന്നെയാണേ. മുത്തച്ഛനൊരു വയ്യായിക വന്നപ്പോ കുറെ പേരെ മാത്രം അകറ്റി നിർത്തുക. അമ്മായും ബഹളം കേട്ടല്ലേ വിവരം അറിയണേ. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ബാലേട്ടൻ പോയ പിന്നെ എന്നോട് ആരും ഒന്നും പറയാറില്ലല്ലോ. വന്നു കയറിയവരാണല്ലോ എന്ന് വെച്ച് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണോണ്ടാ. അല്ലാത്തവരൊക്കെ വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോ അതാവും കംപ്ലൈന്റ്. One, two. Teya tei, teya tei, teya tei, teya tei, teya tei, teya tei, teyum tatta, teyum ta. ഇല്ല, സോറി, മன்னிக்கணும். அது நடக்காது. சரி, சரி சார், நான் அம்மாட்ட சொல்றேன். கொஞ்சம் கை நீட்டு பண்ணமா. உட்காரு. താമ്പരത്തെ പ്രോഗ്രാം ഒരു തലവേദനയായിട്ടുണ്ട്. ആ ഡേറ്റ് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? പറഞ്ഞു, പക്ഷെ അവര് പിടുത്തം മുറുക്കി. ഇപ്പൊ MLA ലൈനിലുണ്ട്, കന്യാപ്പൻ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? സലാം സാർ. ആ, இல்ல, அந்த டேட் ஏற்கனவே கொடுத்தாச்சு. அட்வான்ஸ் கூட வாங்கியாச்சு. சாரி, இந்த தடவை மன்னிக்கணும். യെസ്, ബൈ. സ്റ്റുപ്പിഡ്. തിരക്കും പ്രോഗ്രാം ചാർട്ടിങ്ങും ഒക്കെ പൊളിറ്റീഷ്യൻസിന് മാത്രമേ ഉള്ളൂ എന്നാ അയാളുടെ വിചാരം. കന്യപ്പൻ. തന്റെ ക്രോധം അയാൾ കണ്ടില്ലല്ലോ, ഭാഗ്യം. നമ്മുടെ മഹാബലിപുരത്തെ പുതിയ ബാറിന്റെ ലൈസൻസ് അയാളുടെ തിരുമൊഴി കാത്ത് കിടക്കുക. അതിന് എണ്ണി വാങ്ങിയല്ലോ, കണക്ക് പറഞ്ഞ്. അതിരിക്കട്ടെ, എന്താണ് എന്തേട്ടാ ഈ സർപ്രൈസ് വിസിറ്റ്? രാവിലെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ നീലകണ്ഠം ഭാഗവതർക്ക് ഒരു മൈനർ അറ്റാക്ക്. എപ്പോ? ഇന്നലെ അക്കാഡമിയിലെ പരിപാടിക്കിടയിൽ. പേടിക്കാനൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോഴാ അപ്പുണ്ണി വിളിച്ച് പറയുന്നത്. അവിടെ വരെ ഇത് പോണ്ടേ? ആർ യു വെരി ബിസി? നോ, നോട്ട് അറ്റ് ഓൾ. അച്ഛാ, പാല്. ഇഡലി എടുത്തു വെക്കട്ടെ? ആയിക്കോട്ടെ, വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. ബാലാവണേ, ഇപ്പൊന്നും പറയണ്ട. ഓരോരുത്തരെ ഞാൻ ഓരോരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദാമുവിന് ഫാക്ടറി, വിഷ്ണുവിന് ബാങ്ക്. മണി 9 കഴിഞ്ഞു. എന്നിട്ട് ഇവനൊക്കെ എന്തിനാ ഈ ആട്ടുകെട്ടിലിന് ചുറ്റും കിടന്ന് ഈ ഉപഗ്രഹം പോലെ ഇങ്ങനെ കറങ്ങുന്നത്? പറഞ്ഞു കൊടുക്കടി അവരോട്, എനിക്ക് വേണ്ടി മാവ് വെട്ടാൻ കോടാലി എടുക്കാൻ സമയം ആയിട്ടില്ല എന്ന്. മാവ് വെട്ടാൻ ഇടവരണതിന് മുമ്പ് എന്റെ കാര്യം കൂടി പറയാറുന്നില്ല അമ്മയ്ക്ക്. ഒരു 5 ലക്ഷം രൂപ മതി കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി വെക്കാൻ. അതൊരു ബേസ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ലോണായിട്ടോ കടമായിട്ടോ ഒക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. ജയയുടെ വീട്ടുകാരെ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ, അറിയോ അമ്മയ്ക്ക്? കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം പൊങ്ങച്ചങ്ങളാ ഉറമ്പി അടിച്ചു വിട്ടത്. ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും, വർഷം 1 കഴിഞ്ഞു. എനിക്കുമില്ലേ വീട്ടിൽ ചില അവകാശങ്ങളൊക്കെ? ഉണ്ടായിരുന്നു. വിറ്റുമുടിച്ച് കെട്ടിപ്പറക്കി കൊണ്ടുപോയില്ലേ നിന്റെ അച്ഛൻ? ഇവിടെ കിടന്ന് തൊള്ള തുറക്കാണ്ട് അവിടെ പോയി ചോദിക്കാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടല്ലോ, അവിടെ രേന്തിയാനി ചൂലെടുത്ത് നിന്നെ അടിക്കും. ഇവിടുത്തെ താമസവും വല്ലവും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും അച്ഛന്റെ ദാനമാ. കൂടുതൽ സംസാരിച്ച് അതും കൂടി ഇല്ലാതാക്കണ്ട.
തനി സരി സമാമ തത്തജം തകതജം തകട തക ധാമ താതീർത്തൻ ടീങ്കു തക തതിം തിം തയേത്ത. നല്ല ആളാ. പത്രത്തിലും ടിവിയിലും ഒക്കെ ഇന്റർവ്യൂക്കാര് ചോദിക്കുമ്പോ അനന്തൻ ആത്മസുഹൃത്ത്. മദ്രാസ് മുഴുവൻ അറിഞ്ഞിട്ട് ഞാനും രാജലക്ഷ്മി അറിയുന്നത് ബൈ റൂമർ. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലടോ, തന്നെ പോലെ തിരക്കുള്ളവരെ വെട്ടാനും മാത്രം. പിന്നെ അപ്പുണ്ണി രാവിലെ ഫോൺ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാ, റൂമർ വരുത്താനല്ല. മോളെ ലക്ഷ്മി, മോളെ അകത്ത് ചെന്നിട്ട് ഈ വല്ല കാപ്പിയും ചായയൊക്കെ കുടിച്ച് ബാലയിടത്തിയോടോ ജയോടോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ പോയേക്കാം. മിടുക്കി, ഈ ഒരു ഫോർസൈറ്റ് ആണ് ഈ വീട്ടിൽ ആർക്കും ഇല്ലാത്തത്. ഉം. ഫാർസൈറ്റിന്റെ കുറവൊന്നും അല്ല, മനസ്സ് വിചാരിക്കുമ്പോ കാല് നീങ്ങണില്ല. വാദം ഇങ്ങോട്ട് നീങ്ങിയിരിക്കടോ. മരണഭയം തലയ്ക്ക് പിടിച്ചൊരു കിഴവന്റെ ജൽപ്പനങ്ങളായിട്ട് കരുതരുത്. എന്താ തിരുമതി? ഒരു പേടി തുടങ്ങിയടോ. ഭയം. ഒരു മൈനർ അറ്റാക്ക് വന്നു എന്ന് വെച്ച് മരണഭയമല്ല, ഒരാഗ്രഹം കൂടെ സാധിക്കാതെ ഇവിടുന്ന് കടന്നു പോകാനൊരു മടി. 14 വർഷം ദേവദത്തിനെ ഞാൻ കണ്ടിട്ടിപ്പോ 14 വർഷമാകുന്നു. അവൻ ഈ പടി കടന്നു പോയപ്പോ ഇരിക്കപ്പിണ്ടം വെച്ച് ശേഷക്രിയ ചെയ്തവനാ ഞാൻ. അതിന്റെ തെറ്റും ശരിയും അതൊന്നും ഞാനിപ്പോ റീതിങ്ക് ചെയ്യുന്നില്ല. പ്രസവിച്ച് 4-ന്റെ അന്ന് എന്റെ സാവിത്രി പോയതാ. പിന്നെ ഞാനാ അവനെ വളർത്തിയത്. കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ മടിയിൽ കിടത്തി കച്ചേരി പോലും നടത്തിയിട്ടുണ്ട് ഞാൻ. നോക്കാൻ വേറെ ആളില്ലഞ്ഞിട്ടല്ല, ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക്. ബാക്കിയുള്ളവരൊക്കെ അസൂയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളാരും മക്കളല്ലേന്ന് പോലും ചോദിച്ചു. ദാമു, എനിക്കവനെ ഒന്ന് കാണണം. ദത്തനെ ഒരു തവണ. അതിന് താൻ എന്നെ ഒന്ന് സഹായിക്കണം. പാരീസിലാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അന്വേഷിക്കാം, ഒരു കത്തയക്കാം. പക്ഷേ വിലാസം അറിയില്ല. ആദ്യകാലത്തൊക്കെ 1-2 കത്തുകൾ അയച്ചിരുന്നവൻ തുറന്നു പോലും നോക്കാതെ ഞാനതൊക്കെ അന്നത്തെ വാശിക്ക്. തനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടല്ലോ ഫോറിനുമായിട്ട്. ആ വഴിക്കൊന്ന് ശ്രമിച്ചാ. ആളെ ട്രേസ് ചെയ്യൽ ബുദ്ധിമുട്ടില്ല. ഹീസ് വെരി ഫേമസ് ഇൻ ഹിസ് ഫീൽഡ്. ഡിസ്കുകളൊക്കെ കേട്ടിട്ട് രാജലക്ഷ്മി തന്നെ വലിയ ആരാധിക. ഞാൻ ഏതായാലും ഇവിടുത്തെ HMB ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. ആ വഴിക്ക് ട്രൈ ചെയ്യുന്ന ഈസി. പക്ഷേ വരൂടോ, അവൻ വരും. ഞാൻ ഒരു വരി കത്തയച്ചാ മതി, അവൻ വരും. ബാഡ് ലക്ക്. പാവം ഭാഗവതർ. എന്താ, ദേവദത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ, ഇതിലൊരു അഡ്രസ് ഉണ്ട്, പക്ഷെ പഴയതാ. 82. ദേവദത്തൻ പാരീസ് വിട്ടിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ആര് പറഞ്ഞു? നരസിംഹൻ ലണ്ടനിലേക്കാ പോയത്. പിന്നെ അയാൾക്കും വിവരമൊന്നുമില്ല. ഇനി റെക്കോർഡിംഗ് കമ്പനീസ് വെച്ച് ട്രേസ് ചെയ്യാന്ന് വെച്ചാ പുതിയ വർക്കൊന്നും പുറത്തു വന്നിട്ടില്ല. ലോകത്ത് അങ്ങനെ ഒരു സംഭവം എവിടെ ഉണ്ടായാലും നരസിംഹൻ അറിയാതെ വരില്ലല്ലോ. ഭാഗവതരോട് എങ്ങനെ പറയാ? ഫോൺ ചെയ്ത് പറയാം. ഈ ന്യൂസുമായിട്ട് എനിക്കങ്ങനെ ഫേസ് ചെയ്യാൻ വയ്യ. ഇത്രയും വലിയൊരു ക്രിയേറ്റീവ് ഫോഴ്സ് എത്ര കാലം ഒളിച്ചിരിക്കാൻ കഴിയും?